ഹലോ വെൽക്കം ടു എമിക്സ് ഫാം. 8th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. സോ മാക്സിമം കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റെഫർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, ഊർജ്ജതന്ത്രമാണ്. താഴെ പറയുന്നവയിൽ അതിശ അളവ് ഏത്? ചൂസ് ദ സ്കെയിലർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. അത് സ്പീഡാണ്, വേഗമാണ്. കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് എക്സാം എന്നറിയാം. സോ അതിന് മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. വയൽ വരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി തറയെ അപേക്ഷിച്ച് ഡാഷ് ആണ്. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. ദ ചൈൽഡ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. എന്താണ്? റെസ്റ്റ് ആണ്. എന്താ പറയുക, നമ്മളതിനെ നിശ്ചലാവസ്ഥയിലാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും യൂണിറ്റുകൾ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ തിരഞ്ഞെടുത്ത് എഴുതുക. അത് എയും പിന്നെ അതുപോലെ തന്നെ സിയുമാണ് കേട്ടോ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതുക. കിലോഗ്രാം ആണ്. ബാക്കിയൊക്കെ എന്താ? മീറ്ററിൻ്റെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിസ്ഥാന അളവായ നീളത്തെ ആസ്പദമാക്കി ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എക്സ്പ്രസ്ഡ്. അത് മൈക്രോമീറ്റർ. കാരണം എന്താ? അത്രയും ചെറുതാണ്, അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് മൈക്രോ വരുന്നത് കേട്ടോ, മൈക്രോമീറ്റർ. ഇനി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണ്? ഹൗ മെനി കിലോമീറ്റേഴ്സ് മേക്ക് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? 15 crore കിലോമീറ്റർ ആണ്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു വാഹനത്തിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ/സെക്കൻഡ് ആയി മാറിയെങ്കിൽ അതിൻ്റെ ത്വരണം എത്രയായിരിക്കും? അപ്പോൾ what is the acceleration of a vehicle which started from rest and acquired a velocity of 50 meter/second in 10 seconds? ആക്സിലറേഷൻ ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ ആദ്യം എഴുതാം. യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, നമ്മൾ പറയില്ല ആദ്യ പ്രവേഗം, അത് 0 meter/second. ഇനി വി അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി 50 meter/second ആണ്. ടൈം അതാണ് ടി കൊടുത്തിരിക്കുന്നത്, സമയം 10 സെക്കൻഡ്. ഇനി ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കാണാനുള്ള ഇക്വേഷൻ v-u/t. അപ്പോൾ 50 - 0/t = 5 meter/second² വന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ തരംതിരിക്കുക. Classify the following situation into motion of uniform velocity and non-uniform velocity. Uniform എന്ന് പറയുന്നത് a car that covered equal distance in equal interval of time along a straight line. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിച്ച കാറിൻ്റെ ചലനം. 2ാമത്തെ, ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ സഞ്ചാരം. ഇതൊക്കെ എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയുക? സമപ്രവേഗമാണ്. അപ്പോൾ ബാക്കി 2 അസമപ്രവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം. 8th ക്വസ്റ്റ്യൻ, വാഹനങ്ങളുടെ അമിത വേഗം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന അവബോധം സൃഷ്ടിക്കാനായി സ്കൂൾ പരിസരത്ത് സ്ഥാപിക്കേണ്ട ഒരു ബോർഡിലേക്ക് 2 സന്ദേശങ്ങൾ എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സുഖമായിട്ട് മാർക്കും സ്കോർ ചെയ്യും. 2 മാർക്കാണ് അതിന് വരുന്നത് കേട്ടോ. ഓവർ സ്പീഡ് ഓഫ് വെഹിക്കിൾ റിസൾട്ട് ഇൻ ആക്സിഡൻറ്റ്. റൈറ്റ് 2 മെസ്സേജ് ടു ബി റിട്ടൺ ഇൻ അവയർനെസ് ബോർഡ് ഇൻ യുവർ സ്കൂൾ പ്രിമിസസ് ടു മിനിമൈസ് റോഡ് ആക്സിഡൻറ്റ്. വേഗത ആവേശമുണ്ടാക്കുന്നു പക്ഷേ കൊല്ലുന്നു. അത് നമുക്ക് എഴുതാം ഒന്നായിട്ട്. സ്പീഡ് ത്രിൽ ബട്ട് കിൽസ്. അടുത്ത് നമുക്ക് എന്തെഴുതാം? ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്. പിന്നെ എന്തെഴുതാം? ഡ്രൈവിങ്ങിൽ മദ്യം കലർത്തരുത് എന്നെഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ എ, ബി എന്നിവ ഒരു വസ്തുവിൻ്റെ സമവേഗത്തിലുള്ള 2 സഞ്ചാര പാതകളാണ്. ഇവയിൽ ഏത് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണമുള്ളത്? പിക്ചർ എ ആൻഡ് ബി ഷോ 2 paths കവേർഡ് ബൈ എ ബോഡി വിത്ത് യൂണിഫോം സ്പീഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വായിക്കുന്നത് കേട്ടോ. ത്രൂ വിച്ച് പാത്ത് ഡസ് ദ ബോഡി ട്രാവൽ വിത്ത് ആൻ ആക്സിലറേഷൻ? പിക്ചർ ബി ആണ്. കാരണം ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി ഇതാ വേറൊരു സ്ഥലത്ത് അവർ എത്തുന്നുണ്ട്, അവരിങ്ങനെ ട്രാവലിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസർ എഴുതാൻ, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗതയുടെ വ്യാപ്തി മാറില്ല, ദിശ മാറുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ച്. അതിൻ്റെ എന്താ? ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എന്ത് മാറുന്നില്ല? വെലോസിറ്റി മാറുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് പിക്ചർ ഡിപ്പിക്ട് ദ പൊസിഷൻ ഓഫ് ആൻ എഗ് ഇൻ പ്യുവർ വാട്ടർ ആൻഡ് ഇൻ ബ്രൈൻ സൊല്യൂഷൻ. ഒരേ കോഴിമുട്ട ഗാഢ ഉപ്പുലായനിയിലും അതുപോലെ ശുദ്ധജലത്തിലും കിടക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് നിരീക്ഷിക്കുക. ഇവയിൽ ഏത് ബീക്കറിലാണ് ശുദ്ധജലമുള്ളത്? വിച്ച് ബീക്കർ കണ്ടെയ്ൻ പ്യുവർ വാട്ടർ? ബീക്കർ എ ആണ്. അതാണ് നിലത്ത് പോയി കിടക്കുന്നത്.
റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ അറൈവിങ് അറ്റ് ദിസ് ആൻസർ. അപ്പം ഈ ഒരു നിഗമനത്തിലെത്താൻ നിങ്ങളെ സഹായിച്ച കാരണങ്ങൾ എഴുതുക. ഉപ്പുവെള്ള ലായനിയുടെ സാന്ദ്രത ശുദ്ധജലത്തേക്കാൾ കൂടുതലാണ്. എന്താണ് അപ്പോൾ റീസൺ? ദ ഡെൻസിറ്റി ഓഫ് ബ്രൈൻ സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. അപ്പോൾ ലായനി, ഈ ഒരു ഉപ്പു ലായനി എന്ന് പറയുന്നതാണ് ബ്രൈൻ സൊല്യൂഷൻ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയംകാർ അത് ബ്രൈൻ സൊല്യൂഷൻ കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട. അപ്പം മനസ്സിലായല്ലോ, ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അടിയിൽ പോയിട്ട് കിടക്കുന്നത്. ഇനി 2 കാറുകളുടെ സഞ്ചാരപാതകൾ ചിത്രത്തിലൂടെ ഇതുപോലെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടില്ലേ, എ അതുപോലെ PSR അങ്ങനെ കണ്ടില്ലേ, ആദ്യം നേരെ ലൈൻ, പിന്നെന്താ ഒരു ട്രയാങ്കിൾ ആയിട്ട്. അപ്പോൾ ഇവിടെ എ എന്ന കാർ Pയിൽ നിന്നും Q വഴി Rയിലേക്കും B എന്ന കാർ Pയിൽ നിന്നും S വഴി Rയിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എയും ബിയുള്ള 2 കാറുകളാണ് ഇവിടെ സഞ്ചാരം ചെയ്യുന്നത് കേട്ടോ. ഇനി അവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. കാർ എ സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? അപ്പോൾ എ സഞ്ചരിച്ച ആ ഒരു ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 1100 മീറ്റർ. എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? അത് രണ്ടും കൂടി നമ്മൾ കൂട്ടുക, 2 മീറ്റേഴ്സും കൂടി കൂട്ടുമ്പോൾ 500ഉം അതുപോലെ 600ഉം കൂട്ടുമ്പോൾ നമുക്ക് 1100 കിട്ടും എ സഞ്ചരിച്ചത്. ഇനി അതിൻ്റെ എന്ത് വരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു സ്ഥാനാന്തരം എന്ന് നമുക്ക് പറയാം. അത് എത്രയായിരിക്കും? അത് 1000 മീറ്റർ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഏറ്റവും ഷോർട്ടസ്റ്റ് പാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ദൂരമാണ് നമ്മൾ നോക്കുക. ചെറിയ ദൂരം നോക്കുമ്പോൾ അത് എത്രയായിരിക്കും? 1000 വരിക, 1000 മീറ്റർ. ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് നോക്കിയേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് Pയിൽ നിന്ന് R വരെ 400ഉം 600ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് PQR അങ്ങനെ പോകുന്നതുകൊണ്ടാണ് അവിടെ 500ഉം 600ഉം വന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ ഏറ്റവും ചെറിയ ദൂരം എത്തണം. Pയിൽ നിന്ന് Qയിലേക്ക് പോകണ്ട, Pയിൽ നിന്ന് Rയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ എത്ര ദൂരം, അത് തൊട്ടപ്പുറത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. 400ഉം 600ആണ് ആ ലൈൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ് നമുക്ക് 1000 കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർ B സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? B സഞ്ചരിച്ചത് എത്ര ദൂരമായിരിക്കും? 600 + 400 1000ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അതും 1000 തന്നെയാണ്, കാരണം അവിടെ വേറെ വഴികളൊന്നുമില്ല. ഇനി C ക്വസ്റ്റ്യൻ. ഏതു തരം ചലനത്തിലാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമാക്കുന്നത്? ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കം ഈക്വൽ? ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആവുന്നത് ഏതിലാണ്? പിന്നെ ബോഡി ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു ശരീരം ഒരേ ദിശയിൽ ഒരേ നേർരേഖയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ പിക്ചറിൽ B സഞ്ചരിച്ചത് കണ്ടത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ദൂരവും സ്ഥാനാന്തരവും സെയിം ആയിട്ട് വരും. ആ ക്വസ്റ്റ്യൻസ് മുകളിൽ കൊടുത്തത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത് നോക്കാം കേട്ടോ. ഇതാണ് ആ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഇറ്റ് കോൾഡ് എ ഡിറൈവ്ഡ് യൂണിറ്റ്? ഇതിനെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ SI യൂണിറ്റ് എഴുതുക. ഇത് സോളാർ ദിനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടൈം? ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു സോളാർ ഡേ? ആൻസർ എന്താണ്? ആദ്യത്തെ എയുടെ ആൻസർ യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓർ ദോസ് യൂണിറ്റ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്. അടിസ്ഥാന യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ആ യൂണിറ്റുകൾ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിക്കുന്നത് ഉരുത്തിരിഞ്ഞ യൂണിറ്റുകളാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പറയില്ലേ ഡിറൈവ്ഡ് എന്ന് പറയുന്നത് അത്. ഇനി B ക്വസ്റ്റ്യൻ, അതിലത്തെ Bയുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സെക്കൻഡ്സിനെ S ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, 1 സോളാർ ഡേ. ഇവിടെ രണ്ടാമത് എന്നല്ല, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിയതാണ് കേട്ടോ. സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു മലയാളത്തിൽ ആ സമയത്തിൻ്റെ തന്നെയാണ് സെക്കൻഡ് എന്ന് എഴുതുക കേട്ടോ. അവിടെ 1 സോളാർ ഡേ അല്ലെങ്കിൽ ഒരു സൗരവ ദിനം എന്ന് പറയുന്നത് 24 എന്ന് പറഞ്ഞ് 24 മണിക്കൂറാണ്. ഇതറിയില്ലെങ്കിൽ കാണാപ്പടം പഠിച്ചു വയ്ക്കുക. 86,400 സെക്കൻഡാണ് 24 × 60 × 16 ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം ആൻസേഴ്സ് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നെക്സ്റ്റ് കെമിസ്ട്രിയാണ്. രസതന്ത്രം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞൻ്റെ പേര് നാമകരണത്തിൻ്റെ അടിസ്ഥാനമായി എടുത്ത് മുഖമേത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മൂലകത്തിനാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഈസ് നെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നെയിം ഓഫ് ദ സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റിൻ്റെ പേര് കൊണ്ടുണ്ടാക്കിയത് ക്യൂറിയമാണ്. ഇനി ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദാറ്റ് പെർട്ടിക്കുലർ റിമാൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തതായിട്ട് സ്ഥിതി ചെയ്യുന്നത്? സോളിഡിലാണ്. ജലത്തിൻ്റെ വൈദ്യുതി കടത്തിവിട്ട്
ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുന്ന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹു ഡിസ്കവർഡ് ദ വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി? എന്താണ്? ഹംഫ്രി ഡേവ്രി ആണ് കേട്ടോ. ടെക്സ്റ്റിൽ പഠിക്കാണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബന്ധം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഖരം ദ്രാവകമാകുമ്പോൾ നമ്മൾ ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫേഷൻ എന്ന് പറയുന്നു. വാതകം ദ്രാവകമാകുമ്പോഴോ ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ സാന്ദ്രീകരണം അഥവാ നമ്മൾ ഇതിന് പറയുന്നത് കണ്ടൻസേഷൻ എന്ന് പറയും. അവിടെ കോൺസെൻട്രേഷൻ ആണ് എഴുതിയിട്ടുണ്ടാവുക, തെറ്റാണ്. കണ്ടൻസേഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ചേഞ്ചസ് ടു സ്റ്റീം ഓൺ ബോയിലിംഗ്, വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഓഫ് പെർട്ടിക്കുലേഴ്സ്? ജലം തിളച്ച് നീരാവിയായി മാറുന്നു. കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്കുണ്ടാകുന്ന മാറ്റം എഴുതുക. കണികകളുടെ ഊർജ്ജം അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സോളിഡ് മാറിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് മാറുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടുത്തെ കണികകളുടെ ഊർജ്ജം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുക. അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടും, കാരണം സ്പേസ് കിട്ടുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ കൂടുന്നു. അടുത്തത് അട്രാക്ഷൻ ഓഫ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ. അപ്പോൾ അട്രാക്ഷൻ അവിടെ സോളിഡിനാണ് ഏറ്റവും, ഖരത്തിനാണ് ഏറ്റവും അട്രാക്ഷൻ ഉള്ളത്. ഇത് നീരാവിയായിട്ട് മാറുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ചെയ്യുക, അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്. സംയുക്ത തന്മാത്രകളിൽ ഒരേ മൂലക ആറ്റങ്ങളാണ് ഉള്ളത്. മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾ വിച്ച് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. സ്വാതന്ത്ര്യമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. എലമെൻറ്റ്സ് ലൈക്ക് നിയോൺ ആൻഡ് ആർഗോൺ ആർ സീൻ ഇൻ ദ മോണോ അറ്റോമിക് മോളിക്യൂൾ. നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ ഏക അറ്റോമിക് തന്മാത്രകളെ കാണപ്പെടുന്നു. ഓൾ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഷോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. നിങ്ങളത് വായിക്കുക, ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. സാധാരണ ജലത്തിൽ പല ലവണങ്ങളും ലയിച്ചിരിക്കുന്നു. ലവണങ്ങളെ നീക്കം ചെയ്യാൻ ശുദ്ധജലമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമേത്? വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു റിമൂവ് ദ മിനറൽസ് ടു ഒബ്റ്റെയിൻ പ്യുവർ വാട്ടർ? ഡിസ്റ്റിലേഷൻ ആണ്. നെക്സ്റ്റ് അനദർ മിക്സ്ചർ അല്ലെങ്കിൽ നമ്മൾ സ്വേദനം എന്ന് മലയാളം മീഡിയത്തിൽ പറയും കേട്ടോ. അനദർ മിക്സ്ചർ വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു കമ്പോണൻറ്റ്സ് ലൈക്ക് ബൈ ദിസ് മെത്തേഡ് ഈസ്. ഈ മെത്തേഡ് വെച്ചിട്ട് ഈ മാർഗ്ഗത്തിലൂടെ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയുന്ന മറ്റൊരു മിശ്രിതമാണ്. ഏതാണ് മിശ്രിതം? വാട്ടർ പ്ലസ് അസറ്റോൺ ആണ് കേട്ടോ. വാട്ടർ ആൻഡ് അസറ്റോൺ, ജലം അസറ്റോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം സാമ്പിൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ഗിവൻ. ചില തന്മാത്രകളുടെ സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്നതിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ ഏതാണ്? അതേതാ? എ ആണ്. കാരണം എന്താ? 4ഉം താഴെ 2ഉം ഉണ്ട്. എച്ചിൻ്റെ താഴെ 4 × 2 8ആണ്. ഇപ്പുറത്ത് 3ഉം താഴെ 2. 3 × 2 6ആണ്. അപ്പോൾ ഏതാ വലുത്? ആദ്യത്തെ. ഇനി ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി? സാമ്പിൾ ബിയിൽ എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ട് ഇപ്പോൾ സിഒയുടെ മുൻപായിട്ട് എഴുതുന്നില്ലേ, അതാണ് തന്മാത്ര. അപ്പോൾ 3 മോളിക്യൂൾ എന്ന് എഴുതാം. ഇനി ആറ്റങ്ങൾ ചോദിക്കുകയെന്ന് വെച്ചാൽ താഴെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എഴുതാം. ഇനി 9th ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻറ്റ്സ് ഇൻ ബ്ലാക്ക് ഇങ്ക്? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ഇയറും അതിൻ്റെ മുമ്പത്തെ ഇയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കറുത്ത മഷിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമേത്? ക്രോമറ്റോഗ്രഫി എന്നാണ് നമ്മൾ അതിന് പറയാം. റൈറ്റ് അനദർ ഒക്കേഷൻ വെർ ദിസ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ്. ഈ മാർഗ്ഗം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. ടു ഡിഫറൻഷിയേറ്റ് ബ്ലഡ് ടോക്സിൻസ്. അപ്പോൾ രക്തത്തിലെ വിഷാംശം വേർതിരിച്ചറിയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ആക്ടിവിറ്റീസ് ആർ ഗിവൻ. എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി മഷി വീഴ്ത്തുന്നു. ചന്ദനത്തിരി കത്തിക്കുന്നു. ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലിറ്റ്. ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ ചന്ദനത്തിരിയാണ്. ഇനിയും അറിയാത്തവരുണ്ട്, ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ആക്ടിവിറ്റി ഡസ് ഡിഫ്യൂഷൻ ഒക്കർ ക്വിക്ക്ലി? റൈറ്റ് ദ റീസൺ. വ്യാപനം വേഗത്തിൽ നടക്കുന്നത് ഏത് പ്രവർത്തനത്തിലാണ്? കാരണം എഴുതുക. അതേതിലാ? ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണ്. കാരണം എന്താ? ഊഷ്മാവ് കൂടുതൽ വ്യാപനം ചെയ്യുന്നു. കാരണം അത് പുകയായിട്ട് മാറുമ്പോൾ വേഗം ബാക്കിയുള്ളതിൽ കലരും. അതുകൊണ്ടാണ് ഇവിടെയും ചന്ദനത്തിരി കത്തിച്ച് നമുക്ക് സ്മെല്ല് വേഗം അറിയാം. അപ്പോൾ ബേണിംഗ് സാൻഡൽവുഡ് അല്ലെങ്കിൽ ബേണിംഗ് സാൻഡൽവുഡ് അല്ല, ഇവിടെ ഇൻസെൻസ് സ്റ്റിക്ക് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇനി ഇവിടെ പറയുന്ന അടുത്തത് ഇതുപോലെ ഡിഫ്യൂഷനുള്ള 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പഴങ്ങളുടെ മണം വ്യാപിക്കുന്നു. പെർസസീവ് സ്മെൽ ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോമിയം തന്നിട്ടുണ്ട്. നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ക്രോമിയം. അതിൻ്റെ പ്രതീകം CR കൊടുത്തിട്ടുണ്ട്. A നിറമാണ് കേട്ടോ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കളർന്ന് എഴുതുക. B എന്ന് പറയുന്നത് ഫ്രാൻസിയം. ഫ്രാൻസ് രാജ്യമാണ്. അത് എന്താണ്? എന്തിൻ്റെ പ്രതീകമാണ്? അതിൻ്റെ പ്രതീകം എഴുതുക. ഫ്രാൻസിയത്തിൻ്റെ FR എന്നാണ് നമ്മൾ എഴുതുക. അടുത്തത് നാമകരണത്തിൻ്റെ അടിസ്ഥാനം നെപ്റ്റ്യൂൺ ഗ്രഹം. അതിൽ നിന്നാണ് പേര് വന്നിരിക്കുന്നത്. പ്രതീകം NP. അപ്പോൾ അതിൻ്റെ മൂലകം നെപ്റ്റ്യൂണിയം നമുക്കറിയാം. ഇനി നൈട്രജനും ഹൈഡ്രജനും പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാക്കുന്ന പ്രവർത്തനം നൽകി.
നൽകിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഭികാരങ്ങൾ എഴുതുക. വിച്ച് ആർ ദ റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഏരോൻ്റെ മുൻപ് ആരാണോ അവരാണ് റിയാക്റ്റൻസ്. അത് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ അഭികാരങ്ങൾ. അത് കഴിഞ്ഞ് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് കേട്ടോ, ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ N2H2. ഇനി ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ ഓൾഡ് വീഡിയോസ് എടുത്തൊന്ന് കാണുക. ഓക്കെ, അതുപോലെ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമുക്ക് സമയമില്ല, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് സമയമില്ല, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ N2 3H2 2NH3. അപ്പോൾ 3H2 എന്ന് പറയുന്നത് ആ 2 താഴെ വരുന്നതാണ് കേട്ടോ, ചെറുതാക്കി എഴുതണം. അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം പെട്ടെന്ന് എഴുതി പോയിന്നുള്ളൂ. ഇനി ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രൊഡക്റ്റ് സൈഡ്. എത്രയുണ്ട്? 2 × 3. നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ആൾക്കാരുണ്ടെന്ന്. N 2 എണ്ണം, H 3 എണ്ണം. അപ്പോൾ N 2 എണ്ണം 2 എഴുതുക. Hനും ആ 2 ബാധകമാണ് ആണല്ലോ, Nനും Hനും ഉള്ളതാണ് അതിൻ്റെ മുൻപ് എഴുതിയിരിക്കുന്ന നമ്പർ. അപ്പോൾ 2N അതുപോലെ 2H3 ആണ് വരിക. 2H3 എന്ന് പറയുമ്പോൾ 3 × 2 2 × 3 എന്ന് പറയുന്നത് 6. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 എണ്ണം കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ബട്ടർ ഫ്രം കേർഡ്. തൈരിൽ നിന്നും വെണ്ണ എടുക്കുന്നത്. അത് മാസ് ഡിഫറൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് ചോദിച്ചിരിക്കുന്നത്. ഘടക സ്വഭാവം, അതിൻ്റെ മാസ് ഡിഫറൻസ്, ഭാരവ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ അയൺ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് ഈ ഓരോ സീരിയലിലും അതുപോലെ ഓരോ സോങ്സിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഉറിയിൽ ഇങ്ങനെ കിടന്നിട്ട് അമ്മമാർ കൃഷ്ണനൊക്കെ വരുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് അവർ വെണ്ണ എടുക്കുന്നത്. ഇനി അയൺ പൗഡർ ആൻഡ് സാൻഡ് അതേതാണ്? കാന്തിക സ്വഭാവമാണ്. അത് നമുക്കറിയാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കേണ്ട ആവശ്യമില്ല. തൊട്ടടുത്തത് തന്നിരിക്കുന്നുണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ വരുന്നത് ഏതാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഭാരവ്യത്യാസം നോക്കിയിട്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ സെൻട്രിഫിക്കേഷൻ എന്നാണ് പറയാം കേട്ടോ. ലാസ്റ്റ് വൺ ടി ഡ്രാഗ് ഫ്രം ടി. അപ്പോൾ 3 എണ്ണം തന്നിട്ടുള്ളൂ, 2 എണ്ണത്തിന് ആൻസർ കിട്ടിയും അടുത്തത് എന്തായിരിക്കും? അതിന് ഏതാണോ എടുക്കാത്ത അത്. ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾ. കണികകളുടെ വലുപ്പ വ്യത്യാസം നോക്കിയിട്ടാണ്. അതിനെ നമ്മളിപ്പോൾ ടി നമ്മളെങ്ങനെയാണ് അരിക്കുക? ഫിൽട്രേഷൻ. ഫിൽറ്റർ വെച്ചിട്ട് എന്നല്ല നമ്മൾ പറയുക, അരിപ്പ വെച്ചിട്ട്. അപ്പോൾ അരിക്കൽ, ഫിൽട്രേഷൻ. ഇനി ജീവശാസ്ത്രമാണ് ബയോളജി. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിതിലെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഈ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് ഈ ബയോളജിയിലെ കംപ്ലീറ്റ് ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ബയോളജി മാത്രം നിങ്ങൾക്ക് ആൻസർ അവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ ആൻസേഴ്സ് നോക്കുക, പഠിക്കുക കേട്ടോ.